ബി.ജെ.പിയുടെ യുവജന സംഘടനയുടെ നേതാവ് വളരെ വാചാലമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അതായത് ഇത് കേരള പോലീസ് അന്വേഷിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഞാനും അതിനോട് യോജിക്കുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഏറ്റവും സജീവമായി ഇടപെടാൻ കഴിയുക ബി.ജെ.പിക്കാണ്, ബി.ജെ.പിയുടെ യുവജന സംഘടനകൾക്കാണ്. കാരണം കേന്ദ്രത്തിലെ CBIയുടെയും മറ്റ് കേന്ദ്രത്തിൻ്റെ ഭരണവും നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഈ കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. കാരണം ഇതിലത്തെ പ്രതികൾ രക്ഷപ്പെട്ടു പോയാൽ അത് സമൂഹത്തിന് നാളെ വലിയൊരു പ്രശ്നമായി തീരാവുന്ന പ്രതികളാണ് ഇവർ. കാരണം 10 ദിവസത്തിന് മുമ്പ് നടന്നൊരു സംഭവം കേരളത്തിലെ ജനങ്ങളറിയാൻ 10 ദിവസം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ നമ്മുടെ ഭരണവ്യവസ്ഥിതിയും നമ്മുടെ സാമൂഹിക പരിതസ്ഥിതികളും എത്തിയെങ്കിൽ അതിനി ആവർത്തിക്കാൻ പാടില്ല. കാരണം ഒരുപാട് ഈ പി സിദ്ധാർത്ഥിനെ പോലുള്ള എൻ്റെ 2 മക്കളുടെ പഠിപ്പ് കഴിഞ്ഞല്ലോ എന്ന് ഞാനിന്ന് വളരെയധികം ആശ്വസിച്ചു. കാരണം എന്താ വെച്ചാൽ ഇനി ഇത്തരത്തിലെ വേറെ പല ദുരന്ത വാർത്തകളും പക്ഷേ കേൾക്കാമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ദുരന്ത വാർത്ത കേൾക്കേണ്ട ഒരു അച്ഛനായിട്ട് ഈ 63 വയസ്സിൽ മാറേണ്ടല്ലോ എന്ന നിലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ABVPയുടെ അതുമാതിരി തന്നെ BJPയുടെ ഒക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിലത്തെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവന്നിട്ട് അവർ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ നാളെ ഇതൊരു സാമൂഹ്യ ദുരന്തമായിട്ട് കേരളത്തിൽ മാറാൻ പോവുകയാണ് മറ്റ് ക്യാമ്പസുകളിലേക്കും. നോക്കൂ, ഇന്ന് ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം നേരിടുന്ന ധാർമ്മികമായിട്ടുള്ളൊരു അപച്യുതി ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരിടാൻ പറ്റാത്ത വിധത്തിലുള്ള അപച്യുതിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം ശ്രീ അനിൽ നമ്പ്യാർക്ക് അറിയാം, ഡിഗ്രി പാസ്സാവാതെ PGക്ക് ചേരുന്നു. അതുപോലെ തന്നെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ജോലി നേടുന്നു. സഹപ്രവർത്തകയെ ഇവിടെ പറഞ്ഞതാണ് എങ്കിലും പറയുകയാണ്, മുടിക്ക് ചുറ്റിപ്പിടിപ്പിച്ചിട്ട് AISFൻ്റെ നേതാവിനെ നമ്മളൊന്നും ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ പറയാൻ വയ്യാത്ത അസഭ്യം പറയുന്നു. അപ്പോൾ ഇത്തരത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം, CPMൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു കാലഘട്ടം വരെ ഒരു ഏകദേശം ഞാൻ പറഞ്ഞില്ലേ വളരെയധികം നല്ല പ്രവൃത്തികളും നല്ല പ്രവർത്തനങ്ങളും ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്തുകൊണ്ട് ഇത്തരം ഒരു അപച്യുതിയിലേക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് പോയി എന്നുള്ളതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണം ഇതിന് എത്രത്തോളം സ്വാധീനം ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ എന്തും ചെയ്യാമെന്നൊരു തോന്നൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും യുവജന സംഘടനകൾക്കും വന്നിട്ടുണ്ടെങ്കിൽ അത് തടയിടണം. അത് തടയിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം നേരിടാൻ പോകുന്നത് വലിയ സാമൂഹ്യ വിപത്താണെന്ന് ഇവരുടെ പാർട്ടി മനസ്സിലാക്കണം. ഈ സഹപ്രവർത്തകയെ AISFൻ്റെ വിദ്യാർത്ഥിനി നേതാവിൻ്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ചിട്ടുള്ള കേസിൽ ആ പെൺകുട്ടിയുടെ പാർട്ടിക്ക് നട്ടല്ലില്ല. അവരുടെ പാർട്ടിക്ക് അതിൽ ഇടപെട്ടിട്ട് ഇത് ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉയർന്ന നേതാവ് പോലും മുൻപോട്ട് വന്നില്ല. പക്ഷേ ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആ വിദ്യാർത്ഥി സംഘടനയുടെ മുഴുവൻ ആൾക്കാരും തയ്യാറായില്ല. അപ്പോൾ അതിന് ഇവരുടെ CPM എന്ന് പറയുന്ന പാർട്ടിക്കെങ്കിലും ചെയ്യാമായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ കലാലയ രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാവാമെന്ന് നോക്കണം. കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാതാപിതാക്കൾ, ഇതിൽ 50% ആൾക്കാരെ അനിൽ നമ്പ്യാർ 50% വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നുള്ളൂ. 50% അവിടെ വരുന്നു, പഠിക്കുന്നു, അവരുടെ കാര്യം നോക്കി പോകുന്നു. അങ്ങനെ പഠിക്കുന്നു, കാര്യം നോക്കി പോകുന്നു എന്നുള്ളൊരു സിദ്ധാർത്ഥനാണ് ഇത്തരത്തിലൊരു അപകടം പറ്റിയിരിക്കുന്നത്. കാരണം ആ കുട്ടിയെ ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർക്കാൻ ശ്രമിച്ചു, അതിന് തയ്യാറാവാത്തത് കൊണ്ടെന്നൊക്കെയാണ് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഓൺലൈൻ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു രാഷ്ട്രീയവും ഇല്ലെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിന്നുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വിദ്യാർത്ഥിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. എല്ലാ വിദ്യാർത്ഥികളും രാഷ്ട്രീയ ബോധത്തോടു കൂടി വളരണമെന്ന് പറയുമ്പോൾ തന്നെ കലാലയ രാഷ്ട്രീയം കലാപകുലുഷിത രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷമാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമം നമ്മൾ വളരെ നേരത്തെ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ സംഭവത്തോടനുബന്ധിച്ചിട്ട് പറയുകയാണ്, ഇവിടെ അഭിമന്യു മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിനൊരു പരിധിവരെ ഈ അഭിമന്യു പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയായ SFIന് പങ്കുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ആ വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഈ അഭിമന്യുവിനെ ഈ കൊലയ്ക്ക് കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. കാരണം PT തോമസ് എന്ന് പറയുന്ന ഒരു MLA, എറണാകുളത്തിൻ്റെ തൃക്കാക്കരയുടെ MLA, അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ നിയമസഭയിൽ ഈ മഹാരാജാസ് കോളേജ് കേന്ദ്രീകരിച്ചിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും അവിടെ ആയുധ സംഭരണങ്ങളും നടക്കുന്നുണ്ട് എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ അന്ന് അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് M സ്വരാജും ഇപ്പോഴത്തെ സ്പീക്കർ AN ഷംസീറുമാണ്. അത് സംസാരിച്ച് പൂർണ്ണിപ്പിക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ് കൃത്യം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കൃത്യം നടന്നത് എന്നുള്ളത്. അന്ന് അയാൾ സംസാരിച്ച ഈ PT തോമസ് എന്ന് പറയുന്ന MLA മുൻപോട്ട് വെച്ച കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ അവിടെ അത്തരത്തിലൊരു സംഭവം നടക്കില്ലായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞത് എന്താ, അവിടെ പെയിൻറ്റിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ള ബ്രഷും അതുമാതിരി തന്നെ തുടപ്പനും അതുമാതിരിയുള്ള മാറാല തട്ടിയൊക്കെയാണ് ഇരിക്കുന്നത്, അത് ആയുധങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. നമ്മളിതൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരേണ്ട അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്നുള്ള അഭിപ്രായത്തിലല്ല. അപ്പം നല്ലതിനെ നല്ലതായി കണ്ടുകൊണ്ട്
ആര് പറഞ്ഞാലും അതിനെ നല്ലതിനെ നല്ലതായി എടുത്തുകൊണ്ട് ഒരു നമ്മൾ പറയും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നുവെങ്കിൽ ശ്രീ അഭിമന്യു കൊല്ലപ്പെടില്ലായിരുന്നു. അതുമാതിരി തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മുടി ചുറ്റിപ്പിടിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവിനെ അങ്ങേയറ്റം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത്തരമൊരു രാഷ്ട്രീയ നേതാവിന് ഒരു വാണിംഗ് കൊടുക്കാം. കാരണം ഇവിടെ ഭരിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഭരിക്കുമ്പോൾ ഇവിടെ ഇത്തരം സംഭവങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ബോധവാന്മാരാക്കാൻ ഇവരുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ശ്രദ്ധിക്കണമായിരുന്നു. അതിനെങ്ങനെയാണ്? ഒരു നിലയ്ക്കും പറ്റില്ല. കാരണം ഈയിടെ ഞാനൊരു DYSFI SFIക്കാരുടെ ഒരു കവലയിൽ നിന്നുകൊണ്ട് രാത്രി ഒരു അന്തിക്ക് അവർ ഒരു മുദ്രാവാക്യം വിളിക്കുന്നതാണ് കേട്ട്. ഞങ്ങൾക്കില്ല വേർതിരിവ് എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞത് ഞങ്ങൾക്കില്ല വകതിരിവ്. ഈ വേർതിരിവ് എന്നാണ് അവർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എനിക്ക് വന്ന ക്ലിപ്പിൻ്റെ അടിയിൽ ഇത് തന്നെയാണ് പ്രശ്നം. ഞങ്ങൾക്കില്ല വകതിരിവ്, ഞങ്ങൾക്ക് വകതിരിവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ എത്തിയെങ്കിൽ അതിന് കൃത്യമായ ബോധം നൽകണം. ഒരു 6-7 കൊല്ലം ഈ പാർട്ടിയുടെ DYFIയിൽ പ്രവർത്തിച്ച എനിക്കൊക്കെ അന്ന് ഞാൻ 4-5 പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുത്തപ്പോഴൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുള്ള വളരെ നല്ല, നമ്മൾ പറയില്ലേ, ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വലിയ മാർഗനിർദ്ദേശങ്ങളായിരുന്നു അവിടുന്ന് കിട്ടിയിരുന്നത്. പിന്നീട് ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ അത്തരം രാഷ്ട്രീയ പാർട്ടി ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും അതൊന്നും പുറത്തേക്ക് പ്രാവർത്തികമാക്കാൻ അതുപോലെ കിർമാണി മനോജും അതുപോലെ മുഹമ്മദ് ഷാഫിയും ഒക്കെ അല്ലേ മാതൃകാ പുരുഷന്മാർ? അപ്പൊ പിന്നെ ഇത് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടണ്ടു?